നമ്മളിതാ സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ന്യൂട്ടല്ല അത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ബാക്കിയുള്ളതെല്ലാം ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ നമ്മുടെ ന്യൂട്ടല്ല അത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്കിതാ ഇപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് ന്യൂട്ടല്ല കിട്ടിയിട്ടുള്ളത്. ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ചോക്ലേറ്റ് സ്പ്രെഡ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ഇതിലും കൂടുതൽ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ 4 ടേബിൾ സ്പൂണാണ്. നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂണും കൂടി കൂടുതൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ ഇതിലും കുറച്ചുകൂടി ലൂസായിട്ട് നിങ്ങൾക്ക് കിട്ടും. എനിക്കിപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഉണ്ടാക്കിയ ചോക്ലേറ്റ് സ്പ്രെഡ് കിട്ടിയിട്ടുള്ളത് കേട്ടോ, ന്യൂട്ടല്ല കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കാഷ്യൂനട്ടും കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ നമുക്കിതിന് അതിന് പകരമായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ സൺഫ്ലവർ ഓയിൽ പിന്നെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ ഈ ന്യൂട്ടല്ല ഈ ചോക്ലേറ്റ് സ്പ്രെഡ് വാങ്ങുകയാണെങ്കിൽ 180 ഗ്രാമിന് 240 റുപ്പീസ് അങ്ങനെ എന്തോ സംതിങ് റേറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണ് നമ്മുടെ ഈ ചോക്ലേറ്റ് സ്പ്രെഡ് ബ്രെഡിലൊക്കെ. അങ്ങനെ നമ്മുടെ ന്യൂട്ടല്ല അത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മിക്സി ജാറിൽ നിന്നും സെർവിങ് ബൗളിലേക്ക് നമ്മളത് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ചോക്ലേറ്റ് സ്പ്രെഡ്. എനിക്കിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ന്യൂട്ടല്ല കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് 1-2 ടേബിൾ സ്പൂൺ കൂടുതൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്തിട്ട് നമ്മൾ ബ്രെഡിൽ അതേപോലെ തന്നെ ബണ്ണിലെല്ലാം ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രഞ്ച് ടോസ്റ്റ് ആയാലും ബ്രെഡ് ടോസ്റ്റ് അല്ലെങ്കിൽ ന്യൂട്രല്ല സ്റ്റഫ്ഡ് ബണ്ണ് ന്യൂട്രല്ല സ്റ്റഫ്ഡ് ബ്രെഡ് ടോസ്റ്റ് എല്ലാം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമുക്കിത് മക്കൾക്ക് സ്കൂളിലേക്ക് സ്നാക്കായിട്ടും അതേപോലെ തന്നെ നമ്മൾക്ക് കഴിക്കാനായാലും ബ്രെഡിൽ ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കാഷ്യൂനട്ടും കൊക്കോ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ട് ഈ ന്യൂട്ടല്ല ഈ ചോക്ലേറ്റ് സ്പ്രെഡ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പുറത്തു നിന്നൊന്നും വാങ്ങിക്കഴിച്ച് ഹെൽത്ത് കേടുവരുത്താതെ വയറിളക്കുമ്പോൾ ഛർദി ഒന്നും വരുത്താതെ വയറ് കേടുവരുത്താതെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറക്കരുതേ. അതേപോലെ ഞങ്ങളുടെ റെസിപ്പികളെല്ലാം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ യൂട്യൂബ് ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും കൂടി പറയണേ. നിങ്ങളെല്ലാവരും ഇനി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ന്യൂട്ടല്ലയായിരുന്നു ചോക്ലേറ്റ് സ്പ്രെഡ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ ബൈ ബൈ. എനിക്കിപ്പോൾ ഇവിടെ ഞാനിവിടെ 150 ഗ്രാം കാഷ്യൂനട്ട് യൂസ് ചെയ്തിട്ട് എനിക്കിപ്പോൾ ഇവിടെ ഇത്രയും അളവിൽ ന്യൂട്ടല്ലേന്ന് ചോക്ലേറ്റ് സ്പ്രെഡാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു കുപ്പിയിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് പ്രാവശ്യം ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബ്രെഡിലായാലും ബണ്ണിലായാലും സ്പ്രെഡ് ചെയ്തിട്ട് സ്റ്റഫ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ.
നമുക്കിതൊന്ന് ഒരു കുപ്പിയിലാക്കിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് സൂക്ഷിച്ച് വെക്കാനായിട്ടും പറ്റും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.